ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചില സമയങ്ങളിൽ വളരെ മനോദുഃഖത്താൽ നമ്മുടെ മുഖം വാടിയിരിക്കാറുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മുടെ മുഖം വാടിയിരിക്കുന്നതെന്ന് പലർക്കും മനസ്സിലാവില്ല. ഇവർക്ക് എന്തോ മനോദുഃഖമുണ്ടെന്ന് ചിലർക്ക് മനസ്സിലാകുമെങ്കിലും ചിലരൊന്നും ചോദിക്കാൻ തോന്നിയത്തില്ല, എന്തുകൊണ്ടാണ് നിൻ്റെ മുഖം വാടിയിരിക്കുന്നതെന്ന്. എന്നാൽ ചിലർ നമ്മളോട് ചോദിക്കും, എന്തുകൊണ്ടാണ് മുഖം വാടിയിരിക്കുന്നത്, എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്ന്. എന്നാൽ ഇവർക്ക് ആർക്കും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ദുഃഖത്തെ വായിച്ചെടുക്കാൻ കഴിയില്ല. എന്നാൽ നാം വല്ലാതെ മനസ്സിന് ദുഃഖപ്പെട്ട് ഭാരപ്പെട്ട് ഈ മനോദുഃഖത്താൽ നമ്മുടെ മുഖം വല്ലാതെ അങ്ങ് വാടിയിരിക്കുമ്പോൾ നമ്മുടെ മുഖം വാടുന്നത് അറിഞ്ഞ് നമ്മുടെ മനസ്സിൻ്റെ ചെറിയ ഞരക്കം പോലും അറിയുന്ന ഒരു ദൈവം നമ്മളെ നോക്കുന്നുണ്ട്. ആ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ വിഷമങ്ങളെ, നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങളെ നമുക്ക് ഏൽപ്പിക്കാം. നെഹമ്യാവ് എന്ന ഒരു പ്രവാചകൻ വളരെ മനോദുഃഖത്താൽ ഇരുന്നു കഴിഞ്ഞപ്പോൾ രാജാവ് നെഹമ്യാവിനോട് പറയുന്നുണ്ട്, എന്താ നിൻ്റെ മുഖം വാടിയിരിക്കുന്നത്, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ആയിരിക്കുന്ന അവസ്ഥയിലെ മനോദുഃഖത്തിന് കാരണത്തിന് അതിനൊരു വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി ചിലരോട് ദൈവം ഇടപെടാറുണ്ട്. നമ്മളപ്പോൾ നമ്മുടെ വിഷയങ്ങളെ അവരുടെ മുന്നിൽ പറഞ്ഞു കഴിയുമ്പോൾ ദൈവം അവരുടെ മനസ്സിലൊരു കനിവ് തോന്നിപ്പിക്കുകയും നമുക്ക് വേണ്ടി അവരിറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യും. നമ്മുടെ മനോദുഃഖത്തിൽ നിന്നൊരു വിടുതൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും. നമ്മുടെ എന്ത് മനോദുഃഖമാണെങ്കിലും, നമ്മുടെ മനസ്സിന് വളരെ ദുഃഖമുണ്ടായിട്ട് മുഖം വാടിയിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ദൈവസന്നിധിയിലേക്ക് നമുക്ക് വയ്ക്കാം നമ്മുടെ വിഷയം. ദൈവം ആ വിഷയത്തിൽ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഈ വചനങ്ങളെല്ലാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.